വേദനയും യാതനയും തമ്മിലുള്ള അകലം തിരിച്ചറിയാന്നുള്ള. പെയിനെന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഏതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഏതൊരു തരത്തിലുള്ള സ്വസ്ഥതക്കുറവും ഏതൊരു തരത്തിലുള്ള അശാന്തിയുമൊക്കെ ഇങ്ങനെ പെയിൻ്റെ തന്നെ പല പതിപ്പുകളാണ്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഗോഡ്സ് പൗപ്പർ എന്ന കസൻസാക്കിസിൻ്റെ ഗ്രന്ഥം അസീസിലെ ഫ്രാൻസിസിനെ ആധാരമാക്കിയിട്ടുള്ള കുറച്ചതൊരു ഭാവനയുടെ തന്നെ ഒരു പുസ്തകമാണ്. എന്നാലും ഭംഗിയുള്ള ആഴമുള്ള ഭാവനകളാണ്. ആ ഗ്രന്ഥത്തിൽ ഫ്രാൻസിസിൻ്റെ മരണനേരത്ത് ക്ലാര ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുക. അപ്പോൾ ഫ്രാൻസിസ് അവളോട് പറയുന്ന ഇങ്ങനെയാണ്: ഇത്രമേൽ കരയാനായിട്ട് അത്ര നല്ലതായിരുന്നു ജീവിതം. ഒരു മിഡിൽ ഏജിലെത്തുമ്പോൾ നമ്മളെത്തുന്നൊരു റിയലൈസേഷൻ ഇതാ. അത്രയും സന്തുഷ്ടമായ ഒരു ജീവിതമാണോ, തൃപ്തമായ ജീവിതമാണോ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്, ഓരോരുത്തരും കൊണ്ടാടുന്നത്? മിക്കവാറും പേര് പറയുന്നത് ദുഃഖങ്ങളുടെ കഥ തന്നെ. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങൾ. ഈ വേദനയെ കണ്ടില്ലെന്ന് നടിച്ച് മുമ്പോട്ട് പോവുക എളുപ്പമല്ല. യേശുവുമായി ബന്ധപ്പെട്ട എല്ലാ വിചാരങ്ങളും വേദനയുമായിട്ട് ബന്ധപ്പെട്ട വിചാരങ്ങൾ കൂടിയാണ്. എന്തിനാണ് നിങ്ങളുടെ ദേവാലയത്തിൻ്റെ മധ്യത്തിലായിട്ട് ഈ അടിമുടി മുറിവേൽക്കപ്പെട്ട ഒരുവൻ്റെ ഒരു തിരുസ്വരൂപം ഇങ്ങനെ ഭിത്തിയിൽ നമ്മൾ നാത്തിയിട്ടിരിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ: ദുഃഖങ്ങളിലേക്ക് നോക്കുക, വേദനകളിലേക്ക് നോക്കുക. മുഴുവൻ പുതിയ നിയമവും ഈ മനുഷ്യൻ്റെ വേദനകളിലേക്കുള്ള അവൻ്റെ നോട്ടമായിരുന്നു. മനുഷ്യൻ്റെ വേദനകൾക്കുള്ള ശമനമായിരുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, കുറച്ചുകൂടി യങ്ങായിട്ടുള്ള ഒരു ക്യാപ്പച്ചിൻ വൈദ്യനുണ്ട്, ജോസുരേഷ് എന്നാണ്. ഇങ്ങനെ പലപ്പോഴും ഞാൻ വായിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മിക്കവാറും പേരോടൊന്ന് സജസ്റ്റ് ചെയ്യുന്നൊരു പേരാത്. അപ്പം അതിനകത്തിങ്ങനെ യേശുവിനെക്കുറിച്ച് പറയുന്നത് യേശു എങ്ങനെ ദൈവമായെന്നുള്ള. യേശു പ്രാർത്ഥിച്ചല്ല ദൈവമായത്, മറിച്ച് മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ്. വളരെ സെൻസിബിളാണ് വാസ്തവത്തിൽ. തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ, ശമനമുണ്ടോ എന്നുള്ള അന്വേഷണത്തിന് ഉത്തരം നൽകാൻ സദാ ശ്രമിച്ചുകൊണ്ടാണ് യേശു ഇങ്ങനെ ദൈവമായിട്ട് പതുക്കെ പതുക്കെ രൂപപ്പെടുന്നത്, പരിവർത്തനം ചെയ്യപ്പെടുന്നത്. മനുഷ്യൻ്റെ വേദനകളിലേക്ക് സദാ മിഴികളൊന്നും നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് ലോക മനസാക്ഷിയിൽ യേശുവിൻ്റെ പേര് പറഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ വളരെ, എനിക്കൊന്ന് അതിന് ചുറ്റുമാണ് വാസ്തവത്തിൽ ഈ വേദപുസ്തകം ഈ ഭ്രമണം ചെയ്യുന്നത്. കൗതുകരമായൊരു വിചാരം എന്ന് പറയുന്നത് ഈ വേദനയുടെയും വേദത്തിൻ്റെയും ഒക്കെ എത്തിമോളജി, അതിൻ്റെ ഒരു മൂലപദം ഒന്ന് തന്നെ. വേദനയാണ് ഏറ്റവും വലിയ അറിവ്. വേദം എന്ന് വെച്ചാൽ അറിവെന്നർത്ഥം. മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ആഴമുള്ള, ഏറ്റവും ഋജുവായിട്ടുള്ള ഒരു മിന്നൽ പോലെ പതിക്കുന്ന അറിവിൻ്റെ പേരാണ് വേദന എന്ന് പറയുന്നത്. വേദനകളോട് എനിക്ക് തോന്നുന്നു ഭൂമിയിൽ മിക്കവാറും എല്ലാ മനുഷ്യൻ ജീവിത സായന്തനത്തിൽ കുറേ കൂടി കൃതജ്ഞതാപരിതരായിട്ട് നിൽക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. എല്ലാ വേദവും ഈ പറയുന്ന ജ്ഞാനത്തിൻ്റെ ഭാഗമായിരുന്നു. യേശു പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ 2 ജ്ഞാനസ്നാനങ്ങളുടെ മനുഷ്യർ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നിങ്ങനെ ബൈ ഫെയ്ത്ത്, 2 ഈ പറഞ്ഞ സ്നേഹമെന്ന് പറഞ്ഞൊരു ജ്ഞാനസ്നാനമുണ്ട്. സ്നേഹം വാസ്തവത്തിൽ വലിയൊരു വേദനയുടെ പേരാ സ്നേഹം. ജിബ്രാനൊക്കെ പറയുന്ന കണക്ക് നിങ്ങളുടെ തോലുകളെ അതിങ്ങനെ ചിതറിച്ച് കളയുന്ന വിധത്തിൽ, ആലിംഗനത്തിൽ നിങ്ങൾക്ക് വ്യാകുലങ്ങൾ വരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മുറിപ്പാടുകൾ വരുന്ന വിധത്തിൽ ഒന്നിൻ്റെ പേരാ സ്നേഹം എന്ന് പറയാം. 2 സ്നാനമാണ്. അഗ്നിസ്നാനോ, അഗ്നിസ്നാനത്തിന് ഒത്തിരി നിർവചനങ്ങളുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി
യാഥാർത്ഥ്യബോധത്തോടു കൂടിയും പോയറ്റിക്കായിട്ടുമൊക്കെ വേദപുസ്തകം വായിക്കുമ്പോഴേക്കും മനുഷ്യൻ്റെ വേദനകളാണ് അവൻ്റെ ഏറ്റവും നല്ല അഗ്നിസ്നാനം. അതിനുശേഷം കുറേ കൂടി ശുദ്ധീകരിക്കപ്പെട്ട ചില മനുഷ്യരുണ്ടാവുന്നു. ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, വേദനയും യാതനയും തമ്മിലുള്ള അകലം തിരിച്ചറിയാന്നുള്ള പെയിനും സഫറിങ്ങും. അത് വളരെ ഭംഗിയായിട്ട് മറ്റു ചില ധർമ്മങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പെയിനെന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഏതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഏതൊരു തരത്തിലുള്ള സ്വസ്ഥതക്കുറവും ഏതൊരു തരത്തിലുള്ള അശാന്തിയുമൊക്കെ ഇങ്ങനെ പെയിൻ്റെ തന്നെ പല പതിപ്പുകളാണ്. ഏതെങ്കിലുമൊക്കെ ഒരു പതിപ്പിലൂടെ നിങ്ങൾ കടന്നുപോയേ പറ്റൂ. പക്ഷെ ആ വേദനയെ യാതനയാക്കി മാറ്റരുതെന്ന് പറയുന്നൊരു പ്രകാശം തരാനായിട്ട് അവിടെ നിന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ വേദനകളും നിങ്ങളെ യാതനയുള്ള മനുഷ്യരാക്കണമെന്നില്ല. മരണാസന്നരായ രോഗികൾക്ക്, ശമനമില്ലാത്ത രോഗികൾക്ക് വേണ്ടിയുള്ള ഒത്തിരി പരിചരണ ഇടങ്ങളിപ്പോൾ ഉണ്ട്. തൃശ്ശൂരിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്ന അത്തരമൊരു പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒത്തുചേരലിൽ അവർ നമ്മളോട് പറയുന്ന വിഷയം തന്നെ ഇതായിരുന്നു, ഇങ്ങനെ വേദനയും യാതനയും. യാതനകളാവണമെന്നില്ല. മനുഷ്യർ സമാധാനത്തിലും സ്നേഹത്തിലുമൊക്കെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞൊരു ഡെഡിക്കേറ്റീവായിട്ടുള്ളൊരു പദം സംഭവിക്കുന്നില്ല, യാതന എന്ന പദം സംഭവിക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് യേശു പറയാൻ ശ്രമിച്ച വാക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. നമ്മൾ സഹനം എന്ന് പറഞ്ഞ വാക്കാണ് കൂടുതലായിട്ട് നമ്മുടെ ഒരു ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് ബലമായ ഒരു തർക്കമുണ്ട്. സാക്രിഫൈസ് എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കാൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ ഈ സഹനമല്ല, ത്യാഗത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി യേശു വന്നത്. ത്യാഗത്തിൻ്റെയൊക്കെ ഏറ്റവും ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവൻ ആരുമിൽ നിന്ന് എടുത്തതല്ല, ഞാൻ സ്വയമേ അർപ്പിക്കുന്നു പറഞ്ഞൊരു വാക്കാണ്. മനുഷ്യർ വളരെ ബോധപൂർവം തങ്ങളുടെ ജീവിതം, സ്നേഹപൂർവ്വം തങ്ങളുടെ ജീവിതം ചില കാരണങ്ങൾക്ക് വേണ്ടിയും ചേർത്ത് പിടിച്ച മനുഷ്യർക്ക് വേണ്ടിയും വെച്ച് നീട്ടുമ്പോൾ ഈ സഹനം പതുക്കെ ഇങ്ങനെ ത്യാഗമായിട്ട് മാറുകയാണ്. വാസ്തവത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ നിയമം ഈ സഹനത്തെ അകാരണമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. എന്നാൽ ത്യാഗത്തെ നിശ്ചയമായിട്ടും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്യാഗവുമായി ബന്ധപ്പെട്ട ഒരു വിചാരമായിട്ട് വേണം നമ്മൾ ഈ വേദനയെ കാണാനായിട്ട്. മനുഷ്യൻ ബോധപൂർവം ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പരിഭവമില്ല ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പരാതിയില്ലാതെ നിൽക്കുമ്പോൾ, ആത്മനിന്ദ ഇല്ലാതെ ചില കാര്യങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ആ വേദനയ്ക്ക് യാതനയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയുടെ പാലം തകർത്ത് കളയുക. വേദനകളായിട്ട് നിൽക്കട്ടെ. വേദനയെ ജ്ഞാനസ്നാനമായിട്ട് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞെന്നാൽ കുരിശിൻ്റെ വഴികളൊക്കെ നമ്മളതാ പറയുന്നത്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. യേശുവിൻ്റെ ഏറ്റവും നല്ല സ്നാനം എന്ന് പറയുന്നത് യേശു കടന്നുപോയ വേദനകളായിരുന്നു. അതൊരു കുരിശിലെ ഏതാനും മണിക്കൂറുകളുടെ സഹന ചരിത്രമല്ല. അങ്ങനെ ഓർമ്മ വെച്ച കാലം തൊട്ട് യേശു കടന്നുപോയ മുഴുവൻ വേദനകളുടെയും ഒരു സമാഹാരമായിരുന്നു യേശു പറയുന്ന കുരിശെന്ന് പറയുന്നത്. ഇങ്ങനെ ഊരയില്ലാത്ത, പിറക്കാനിടമില്ലാത്ത, അലഞ്ഞടക്കുന്ന ഒരു ബാല്യകാലം തൊട്ടുള്ള എല്ലാ വേദനകളും, ഇതൊക്കെ മാനുഷികമായ അർത്ഥത്തിൽ, മാനുഷികമായ പദാവലിയിൽ ഇങ്ങനെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഒരു ബേസിക്കായ ഒരു പ്രശ്നം ഇതാണ്, വേദന എപ്പോഴും യാതനയായിട്ട് മാറേണ്ടതുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് ഈ സഹനത്തെ ത്യാഗമാക്കി മാറ്റിക്കൂടാ? അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അത്തരം ക്യാമ്പുകളിലൊന്ന് ഔഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ പോളണ്ടിലാണത്. അവിടെ ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ട് അവരോടൊപ്പം അവിടെ ഇങ്ങനെ പോയി കാണാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വല്ലാത്തൊരു ദൃശ്യമാണ്. ഒരു പ്രത്യേക മതത്തിൽ പിറന്നു എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇങ്ങനെ ഹിംസ അതിൻ്റെ ഏറ്റവും കാഠിന്യത്തിലെത്തിയ ലോകചരിത്രത്തിലെ മറക്കാൻ പാടില്ലാത്ത, എന്നാൽ നമുക്ക് മറന്നില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു കഥയുടെ പേരാണ് ഔഷ്വിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ പുറത്ത് വാണിംഗ് ഉണ്ട്, നിങ്ങൾക്കിത് താങ്ങാൻ പറ്റുമെന്നറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യാത്ര
വേണ്ടെന്ന് വെക്കാനായിട്ട് ഇനിയും സമയമുണ്ടെന്നൊക്കെ പറയുന്ന വാണിങ്ങുകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ പലതരത്തിലാണ് മനുഷ്യർ കടന്നുപോയത്. കൂടുതൽ പേരും കൊല്ലപ്പെട്ടു. ഓരോ ദിവസം തീരുമാനിക്കുകയാണ് ഏത് ഒരു ഇടത്തിലാണ് മനുഷ്യരെ കൊല്ലേണ്ടത്. കൊല ചെയ്യുന്നതിനകത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന ഇടങ്ങളായിരുന്നു അത്. ഒരു വെടിയുണ്ടയ്ക്ക് പോലും ഒരാൾക്ക് പണച്ചെലവ് പാടില്ല, അതിനുള്ള വർത്ത് പോലും ഇല്ല എന്നൊരു വല്ലാത്ത കഠിനമായൊരു കണ്ടെത്തലിൽ നിന്നാണ് ഗ്യാസ് ചേമ്പേഴ്സ് ഉണ്ടാകുന്നത്. യു ആർ നോട്ട് വർത്തി ഫോർ എ ബുള്ളറ്റ്. ഇങ്ങനെ ഇതൊക്കെ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാവമാണ്. അതും അത്ര പഴക്കമുള്ള ചരിത്രമൊന്നുമല്ല. ദശകങ്ങൾ മാത്രം പുറകോട്ട് പോകേണ്ടി വരുന്ന വിധത്തിലുള്ള ചരിത്രം. നമ്മളെന്തിനാണ് ഈ ഇത്തരം ചില ചരിത്രങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നത്? ഇന്നലകളെ ഓർത്തിങ്ങനെ കയ്പുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയല്ല, മറിച്ച് നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ ചരിത്ര പഠനം അതിനു വേണ്ടി തന്നെ. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നൊരു സമ്മർദ്ദം, ഈ പറയാനായിട്ട് വാക്കുകളില്ല, രേഖപ്പെടുത്താനായിട്ട് ഭാഷയില്ല. ഇത്രയും കഠിനം അത്. ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ നമസ്കാരപ്പായകൾ കൂട്ടിയിട്ടുണ്ട്. അവർ യഹൂദർ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ച നമസ്കാരപ്പായകൾ. അവരെന്തായിരിക്കും ആ പായലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? നമുക്ക് ഈ മനുഷ്യനാകുന്നതിൻ്റെ പേരിൽ, മാനവരാശി അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്കിങ്ങനെ ആത്മനിന്ദ തോന്നുന്ന ആ വഴികളിൽ നമ്മൾ സൂചിപ്പിച്ച കണക്ക് കൂടുതൽ പേരും കൊല്ലപ്പെട്ടു. പിന്നെ പ്രത്യാശയറ്റ് പോയ ബാക്കിയുള്ള മനുഷ്യർ ആത്മഹത്യ ചെയ്തു. വേറെ ചിലർക്ക് ഇങ്ങനെ രോഗികളായി ഭ്രാന്ത് പിടിച്ചു. സ്വാഭാവിക മരണത്തിലോട്ടൊക്കെ അവർ പോയി. അങ്ങനെ ഓരോ വഴികളിലൂടെയും കടന്ന് പോകുമ്പോൾ ഒരിടത്ത് ഇവിടെ തൂക്കിയിരിക്കുന്ന വിളക്ക് കണക്ക് പ്രകാശമുള്ളൊരു സെല്ലുണ്ട്. അത് മാക്സിമിലിയൻ കോൾബയുടെ സെല്ലാണ്. ഒരാൾ ഈ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് താക്കീത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കാലങ്ങളിലും ശിക്ഷയെ അധികാരവർഗം കണ്ടുകൊണ്ടിരുന്നത്. വ്യക്തികൾക്കുള്ള ശിക്ഷയല്ല, ബാക്കിയുള്ളവർക്ക് താക്കീതാണ്. ആ താക്കീതിൻ്റെ ഒരു ഭാഗമായിട്ട് 10 പേരെ കൊല്ലാനായിട്ട് ഉത്തരവിടുകയും അത് ഒരാൾ വാവിട്ട് കരയുമ്പോഴേക്കും ഫ്രാൻസിസ്കൻ വൈദികനായി മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട്, നിങ്ങൾക്ക് എണ്ണത്തിൻ്റെ പ്രശ്നമേ ഉള്ളല്ലോ, അയാൾക്ക് പകരം ഞാനീ മരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയ കഥയൊക്കെ ആർക്കൈക്കൂട്ടത്തിൽ അറിയാത്തത്. ഓഗസ്റ്റ് 14 അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ദിനം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ഇവിടെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചിയിലൊരു കളമശ്ശേരിയിലായിട്ടൊരു തോട്ടപ്പള്ളി എന്നൊക്കെ പറയുന്നൊരു ചെറിയൊരു പള്ളിയുണ്ട്, ഒരു റബ്ബർ പ്ലാന്റേഷൻ്റെ ഒക്കെ ഉള്ളിലായിട്ട്. അവിടെയൊക്കെ വന്ന് അദ്ദേഹം കുർബാന അർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഏർലി 40s. അപ്പോൾ ഈ മനുഷ്യൻ ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ വാക്കിൻ്റെ മുഴക്കമുള്ള ഒരു ജീവിതമാണ്. ആരും എൻ്റെ പ്രാണനിൽ നിന്ന് എടുത്തതല്ല, ഞാൻ സ്വയമേ അർപ്പിക്കുന്നതാണ്. അവിടെ വെച്ചാണ് ഈ മുഴുവൻ സഹനവും ഈ ത്യാഗമായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നത്. ആ ഒരു ഇത്തിരി ഇടത്തിൽ മാത്രം ഇങ്ങനെ സദാ പൂക്കളുടെ സുഗന്ധമുണ്ട്. ആരൊക്കെയോ മാറി മാറി ഈ തിരികൾ തെളിച്ച് വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സഹനം ഭയപ്പെടുത്തുന്ന ഒന്നാണ്, പക്ഷെ ത്യാഗം നമസ്കരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ വേദനയിൽ ഇത്രയും വേദനിക്കാനില്ലെന്നാണ് ഈ പറയാൻ ശ്രമിക്കുന്നത്. അതിനെ കുറച്ചുകൂടി ഒരു സൃഷ്ടിപരമായ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് കാണാൻ പറ്റുന്ന പ്രകാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ല. യേശു സഹനത്തെ വിളിക്കുന്ന വാക്കൊന്ന് മനസ്സിൽ രജിസ്റ്റർ ചെയ്താൽ നല്ലതാണ്: സ്നാനം. എനിക്കൊരു സ്നാനം സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളും സ്നാനമായിട്ട് പരിണമിക്കും. ഇത്തിരി നന്മയും ശിരസിന് മീതെ ആ ചൈതന്യത്തിൻ്റെ പൊൻകരവുമുണ്ടെങ്കിൽ എല്ലാ സഹനത്തിനും ഒരു പ്യൂരിഫിക്കേഷൻ സംഭവിക്കും എന്നുള്ളത് തന്നെ. സഹനത്തിൻ്റെയൊക്കെ ഈ പറഞ്ഞ സഹനസ്നാനത്തിൻ്റെയൊക്കെ ഒരു ഹോംവർക്ക് യേശു പഠിപ്പിച്ചതൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനാണ് കരുതുക. ഇതൊരു വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കണ്ടെത്താവുന്നൊരു കാര്യമായിട്ട് എടുക്കണ്ട. ഒരു കൊല്ലപ്പരീക്ഷ എല്ലാവരും ജീവിതത്തിലുണ്ടാകും, വളരെ കഠിനമായ ഒന്നാണ്. പക്ഷേ ആ കൊല്ലപ്പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട്, ആ കൊല്ലപ്പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറിയ ഗൃഹപാഠങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഗൃഹപാഠങ്ങൾ യേശു പറഞ്ഞു തരുന്ന ഗിരിപ്രഭാഷണത്തിലാണ്. എങ്ങനെയാണ് ഈ ബോധപൂർവം
തങ്ങളുടെ ചില സഹനങ്ങളെ മനുഷ്യർ ത്യാഗമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ലെസൺസ് കിട്ടും നമുക്ക് ഈ പ്രഭാഷണത്തിൽ നിന്നാണ്. എന്തൊക്കെയാണത്? ഒരു കാലം നടക്കുന്നവന് ആവശ്യപ്പെട്ടവനോടൊപ്പം 2 കാലം നടക്കുക. ഒരു കാലം യു ആർ ഓൺ ഡിമാൻഡ്, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഈ ഓപ്ഷൻസ് ഇല്ലെന്ന് കരുതിയ ഒരു സംഭവത്തെ കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാവുകയും മുമ്പോട്ട് പോവുകയും വഴി നിങ്ങളതിനെ അടിച്ചേൽപ്പിച്ചൊരു സഹനം എന്ന നിലയിൽ അതിനെ ബോധപൂർവം തിരഞ്ഞെടുത്ത ത്യാഗമാക്കി പരിവർത്തനം ചെയ്യിക്കുക. അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഒരു കഥയാണ് ഈ ഒരു കാതെന്ന് പറയുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, സ്വന്തം ഉത്തരവാദിത്തങ്ങളുടെ ഏറ്റവും മിനിമം ചെയ്തിട്ടാണോ നിങ്ങൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്? എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ! പലരുടെയും നെഗ്ലിജൻസിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ പോലും നമ്മളാണ് എടുക്കുന്നത്. ഒരു വീടിനകത്തൊക്കെ ഇങ്ങനെ പേരൻസിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് ഈ തറവാട്ടിൽ പാർക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അയാളതിനകത്ത് അത്രയും ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അതിനകത്തൊരു സഹോദരൻ ഈ അച്ഛനെയും അമ്മയും ഒക്കെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുമ്പോഴൊക്കെ ഈ 1-ാം ഘാതം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് 2-ാം ഘാതത്തിലേക്കുള്ള സഞ്ചാരമാണ്. അവിടെ സ്വാഭാവികമായിട്ട് ആ നഗരത്തിലെ ഒരു കുടിസുമുറിയിൽ അവർക്ക് എല്ലാ തരത്തിലും ഈ പരിമിതപ്പെട്ടും ചുരുങ്ങിയുമൊക്കെ ജീവിക്കുന്നതിനിടയിൽ ഇതത്ര ഭംഗിയുള്ള ഒരു അനുഭവമൊന്നുമല്ല. പക്ഷെ അതിനും മീതിയായിട്ട് എന്തോ ചില പ്രകാശം അവർക്ക് കൂട്ടായിട്ട് വരുന്നുണ്ട്. വലത് കരണത്ത് അടിക്കുന്ന ഇടത് കരണം കാണിച്ചു കൊടുക്കണം. വലത് കരണത്ത് അടിക്കാനൊന്നും എളുപ്പമല്ല. ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരാളുടെ ഇടത് കരണത്തെ അടിക്കാൻ പറ്റും, പിന്നെ വലത് കരണത്ത് അടിക്കാം. എങ്ങനെയാണ്? ഈ കൈയുടെ പിൻഭാഗത്ത് കൊണ്ട് അടിക്കുക. ഇതെങ്ങനെ എല്ലാ നാട്ടിലെയും ഒരു മോശപ്പെട്ട ഒരു ശരീരഭാഷ. അപ്പോൾ ഒരടിക്കുള്ള ഒരു വലിപ്പം പോലും നിനക്കില്ല. അപ്പോൾ ഇങ്ങനെ അപമാനങ്ങൾ ഏറ്റെടുക്കുക, ഇതൊക്കെ ഈ സഹനസ്ഥാനത്തിൻ്റെ ഹോംവർക്കാണ്. ഗൃഹപാഠോ. പിന്നെ ഉടുപ്പെടുത്തവന് മേലങ്കി കൂടി കൊടുക്കുക. ഉടുപ്പെന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ പണയ വസ്തുവാണ്. അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് അവൻ്റെ കൈവശമുള്ള ആകപ്പാടൊരു ഭൗതിക വസ്തു എന്ന് പറയുന്നത് ഈ ഉടുപ്പായിരുന്നു ദരിദ്രർക്ക് ആ കാലങ്ങളിൽ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യ അക്കാലങ്ങളിൽ പണയം വെക്കും ഈ ഉടുപ്പ് കൊണ്ടുപോയി. അങ്ങനെ ആ പണയം വെച്ച ഉടുപ്പ് സന്ധ്യകുമ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ തണുത്ത് പിറക്കുന്ന അവൻ്റെ നിലവിളി നിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആരോപണമായിട്ട് മാറുമെന്ന് പറയുക. അപ്പോൾ എനിക്ക് പണയം വെച്ചൊരു കാര്യത്തെ എനിക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതുപോലും ഒരാൾ വേണ്ടെന്ന് വെക്കുകയാണ്. അതോടൊപ്പം അയാൾ തൻ്റെ മേലങ്കി കൂടി കൊടുക്കുക. അപ്പോൾ ആദ്യം പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഇങ്ങനെ ബോധപൂർവം ആരോ കൽപ്പിച്ചു തരുന്ന, അതിനൊക്കെ ഇങ്ങനെ സഹനത്തിൻ്റെ മാനമുണ്ട്. അത് ഒരു കാലം നടക്കാൻ ആവശ്യപ്പെട്ടായാലും ഈ പറഞ്ഞ വലത് കരത്തിൽ വീഴുന്ന പിൻഭാഗത്ത് കൊണ്ടുള്ള അപമാനത്തിനടിയാണെങ്കിലും ഈ ഉടുപ്പ് പണയം വെക്കുകയാണെങ്കിലും ഒക്കെ അത് നിങ്ങളുടെ മീതെ കൽപ്പിക്കപ്പെട്ടതെന്നാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ സുഹൃതമുള്ള പ്രകാശമുള്ള ഭാവന കൊണ്ട് ആ സഹനത്തെ ത്യാഗമാക്കുന്നു. ആരും എൻ്റെ പ്രാണനെ എടുത്തതല്ല, ഞാനത് സ്വയമേ അർപ്പിച്ചതാണ്. 2 തരം സ്നാനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ജീവിതം നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നുണ്ട്. എന്നിട്ടും കുതറി ചെറിയ കുട്ടികൾ കുളിക്കുന്ന കണക്ക് കൈതട്ടി മാറ്റി നമ്മളെങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.